ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ കാലത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയുണ്ടായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച്. ഹൗ ക്രൈസ്റ്റ് ഈസ് ഡിഫറെന്റ്, ഹൗ ക്രൈസ്റ്റ് ഈസ് ബെറ്റർ ദാൻ ദി ഏഞ്ചൽസ്. പിതാക്കന്മാരെക്കാട്ടിലും പ്രവാചകന്മാരെക്കാട്ടിലും ഒക്കെ എങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ശ്രേഷ്ഠൻ, ദൂതന്മാരെക്കാട്ടിൽ ശ്രേഷ്ഠൻ എന്നുള്ള വിഷയം കഴിഞ്ഞ സൺഡേയിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പോൾ തന്നെ പല ഓർഗനൈസേഷൻസ് ഉണ്ട്, അവർ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ ആദ്യത്തെ സൃഷ്ടിയാണെന്ന്, അല്ലേ? ദ ഫസ്റ്റ് ക്രീച്ചർ. എന്നിട്ട് ആ ക്രിസ്തുവിൽ കൂടി ദൈവം ബാക്കി സകലതും സൃഷ്ടിച്ചു എന്നുള്ളൊരു ഉപദേശമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ സൺഡേയിൽ നമ്മൾ സംസാരിക്കുകയുണ്ടായി. അവർ പറഞ്ഞത് മീഖായേലാണ് ക്രിസ്തു. പക്ഷെ തിരുവചനം അതിന് നേരെ എതിരാണ് പഠിപ്പിക്കുന്നത്, അല്ലേ? മീഖായേലും ദൂതന്മാരെല്ലാവരും എന്താണ് പറയുന്നത്? കർത്താവിനെ നമസ്കരിക്കുന്നു, ആരാധിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം കർത്താവായ യേശുക്രിസ്തു മോശയെക്കാട്ടിലും ശ്രേഷ്ഠൻ എന്നുള്ള വിഷയമാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 3-4 അധ്യായങ്ങളാണ് ഇതിന് ആധാരമായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം പറയുന്നത്, വേർ ഫോർ ഹോളി ബ്രദറൻ, പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഹെവൻലി കോളിംഗ്, കൺസിഡർ ദ അപ്പോസ്റ്റൽ ആൻഡ് ദ ഹൈ പ്രീസ്റ്റ് ഓഫ് അവർ പ്രൊഫഷൻ, ക്രൈസ്റ്റ് ജീസസ്. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചിരിക്കുകയും അപ്പോസ്തലനും പുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുകയും. കൺസിഡർ. നമ്മൾ കഴിഞ്ഞ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി, ഹെബ്രായർക്ക് എഴുതിയ ലേഖനം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള ആ ഭാഗം എന്ന് പറഞ്ഞാൽ മഹോപദ്ര കാലത്തിൽ കൂടി കടന്നു പോകുന്ന ദൈവമക്കൾ, ഇസ്രായേൽ മക്കൾ, യഹൂദർ, അവരെ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുവാൻ പ്രേരിപ്പിക്കുന്ന ലേഖനങ്ങളാണ്. അവരെ എൻകറേജ് ചെയ്യുക, അവസാനം വരെ സഹിച്ചു നിൽക്കണം, കഷ്ടതയിൽ പതറിപ്പോകരുത് എന്ന് ഉള്ളൊരു എക്സോർട്ടേഷൻ, എന്നുള്ളൊരു പ്രബോധനമാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം. അപ്പോൾ ഇവിടെ പറയുന്നത് ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കൂ. അനേകര് ആ സമയങ്ങളിൽ എന്ത് ചെയ്യുക? കഷ്ടതകളുടെ കാരണം, പ്രയാസങ്ങളുടെ കാരണം അവർ തിരിച്ച് ദേവാലയത്തിലേക്കും തിരിച്ച് ജൂഡായിസത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ്. ഇതുപോലൊരു സമയം ആദ്യ നൂറ്റാണ്ടിലും ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവർത്തികൾ ആ ഒരു സമയത്തും ഇതുപോലൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നു. അവര് തിരിച്ച് യഹൂദ മതത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയുക, അല്ല, യേശു ക്രിസ്തു പഴയ നിയമത്തിനെക്കാട്ടിലും ശ്രേഷ്ഠമായ ഒരു പുതിയ നിയമം കർത്താവിൽ കൂടി നമുക്ക് ലഭിക്കുന്നു. മോശയെക്കാട്ടിൽ ശ്രേഷ്ഠൻ, പിതാക്കന്മാരെ ശ്രേഷ്ഠൻ, യോശുവയെക്കാട്ടിൽ ശ്രേഷ്ഠൻ, അഹരോന്യ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠൻ എന്ന് പഠിപ്പിക്കുകയാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം. മടങ്ങിപ്പോകരുത്, ക്രിസ്തുവിൽ തന്നെ അവസാനം വരെ കഷ്ടം സഹിച്ച് നിൽക്കുക, വലിയ പ്രതിഫലം, വലിയ രക്ഷ, അതായത് വരുവാൻ ഉള്ള ആ ദിവസം അടുത്തു എന്ന് കണ്ടുകൊണ്ട് തിരികെ പോകല്ലേ എന്നുള്ളൊരു ആഹ്വാനം, അങ്ങനെയുള്ളൊരു പ്രബോധനമാണ് നമ്മൾ ഈ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുമ്പോൾ ഒരു റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ്, ഒരു വിശ്വാസിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ഇവിടെ എഴുതിയിരിക്കുന്നത് എന്തുവാ? അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായും ഉള്ളവരെ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഹേയ്, ഈ ജൂയിഷ് ഫ്ലോക്ക്, ജൂയിഷ് ലിറ്റിൽ ഫ്ലോക്ക്, അവരെയും സ്വർഗീയമായ ഒരു വിളിയാണല്ലോ. അപ്പൊ അവരും നമ്മളെപ്പോലെ, ബോഡി ഓഫ് ക്രൈസ്റ്റിനെ പോലെ സ്വർഗമണ്ഡലങ്ങളിലാണോ അവരുടെയും നിത്യത എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, വിശുദ്ധ അല്ലെങ്കിൽ ഹോളി എന്ന് പറയുമ്പോൾ സെപ്പറേഷൻ,
വേർപാടാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. വേർതിരിക്കപ്പെട്ട ദേശം, വേർതിരിക്കപ്പെട്ട കൂട്ടം. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് ഇസ്രായേലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഹോളി മീൻസ് ബീങ് സെപ്പറേറ്റഡ്. വിശുദ്ധം എന്ന വാക്കിന്റെ അർത്ഥം വേർപെട്ട് അത് എന്നാണ് അതിന്റെ അർത്ഥം. നമുക്ക് ആ ഒരു ആശയം ആവർത്തന പുസ്തകം 7:6 നമുക്ക് കാണാൻ കഴിയും. പുറപ്പാട് പുസ്തകത്തിന്റെ അനേക ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ദൈവം അബ്രഹാമിനെ അന്യജാതികളുടെ ഇടയിൽ നിന്ന് വിളിച്ച് വേർതിരിച്ചിട്ട് അനേക വാഗ്ദത്തങ്ങൾ നൽകി അങ്ങനെ വിശ്വാസത്തിന്റെ പിതാവ് ആയിട്ട് അബ്രഹാം മാറുകയാണ്. അബ്രഹാമിൽ കൂടി, അബ്രഹാമിന്റെ സന്തതികളിൽ കൂടി ബാക്കി രാജ്യങ്ങളെയും ബാക്കി ജാതികളെയും അനുഗ്രഹിക്കാം എന്നുള്ളൊരു വാഗ്ദത്തം കൊടുത്ത് സെപ്പറേറ്റ് ചെയ്യുക. അതിനുശേഷം മോശയിൽ കൂടി പിതാവായ ദൈവം ന്യായപ്രമാണം നൽകി ഇസ്രായേൽ അന്യജാതികളെ പോലെ ആകാതിരിക്കാൻ വേണ്ടി ഒരു വ്യത്യസ്തമായ ന്യായപ്രമാണം അവർക്ക് കൊടുത്തു, അല്ലെ? നമ്മൾ അതുകൊണ്ടാണ് അതേ ആശയം 1 പത്രോസ് 2:9 നമുക്ക് കാണാൻ കഴിയും. പത്രോസ് പറയുക, ബട്ട് ye are a chosen generation, a royal priesthood, an holy nation, a peculiar people, that you should show forth the praises of him who hath called you out of darkness into his marvelous light. അന്ധകാരത്തിൽ നിന്ന് കർത്താവിന്റെ മനോഹരമായ വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേക കൂട്ടം. ആരാ? ഇസ്രായേല, യഹൂദർ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ആർക്കാണ് ഈ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം താഴോട്ട് മുതൽ വെളിപ്പാട് വരെ ആർക്കാണ് എഴുതിയിരിക്കുന്നത്. പത്രോസ് എഴുതുന്ന ആർക്കാ? യാക്കോബ് എഴുതുന്ന ആർക്കാ? ഇസ്രായേലിന്റെ 12 ചിതറിക്കിടക്കുന്ന ഗോത്രങ്ങൾക്ക് വേണ്ടിയാണ് എഴുതുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആ ഒരു ടോൺ, ആ ഒരു ലൈൻ നമുക്ക് കാണാൻ കഴിയുമേ. അപ്പൊ രാജകീയ പുരോഹിത വർഗമായിട്ടാണ് ഇസ്രായേലിനെയാണ് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം എന്താണ്? ഇസ്രായേലിൽ കൂടി മറ്റ് ജാതികളും ദൈവത്തിലേക്ക് കടന്നു വരും, മറ്റ് ജാതികളും ക്രിസ്തുവിലേക്ക് കടന്നു വരും. 1000 ആണ്ട് വാഴ്ചയിൽ ഇസ്രായേൽ മക്കൾ ലോകമെങ്ങും പോയി, ഇല്ല, ദേശങ്ങളിൽ പോയി. അവരെവിടെല്ലാം പോകുന്നോ ആ ദേശത്തിന്റെ ഭാഷ അവർക്ക് സംസാരിക്കാനുള്ള കൃപ ദൈവം അവർക്ക് കൊടുക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്ത് ദൈവത്തിന്റെ കുറിച്ചുള്ള ജ്ഞാനം, എങ്ങനെ സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നു അതുപോലെ ഭൂമിയൊക്കെയും ദൈവത്തിന്റെ ജ്ഞാനത്താൽ നിറയും എന്നുള്ള വാക്യം. അപ്പോൾ സെപ്പറേറ്റഡ് നമ്മളല്ല. പൗലോസ് അപ്പോസ്തലൻ റോമർക്കെഴുതിയ ലേഖനം മുതൽ ഫിലിമോൻ വരെയുള്ള ലേഖനങ്ങൾ, ഈ 13 ലേഖനങ്ങളിൽ നമ്മളെ പുരോഹിതരായിട്ട് കാണിക്കുന്നേ ഇല്ല. പ്രീസ്റ്റ്ഹുഡ് എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ കിങ് ജെയിംസ് ബൈബിൾ ഉപയോഗിക്കുന്നേ ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ സെപ്പറേഷൻ എന്ന് വെച്ചാൽ, ഹോളി ബ്രദർ എന്ന് വെച്ചാൽ വേർതിരിക്കപ്പെട്ട സഹോദരി സഹോദരന്മാർ, വേർതിരിക്കപ്പെട്ട രാഷ്ട്രം. ഓക്കെ, അതാണ് സെപ്പറേഷൻ എന്ന് ഹോളി എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ ഇസ്രായേൽ യഹൂദരോട് കർത്താവായ യേശു ക്രിസ്തു എന്താ പറഞ്ഞത്? നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. യെശയ്യാ 60-ാം അധ്യായം 1 തൊട്ട് 3 വരെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ പരിചയമുള്ള ഒരു വാക്യമാ, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നുമിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. 1000 ആണ്ട് വാഴ്ചയിൽ ആ സമയം മഹോപദ്രവകാലം കഴിയുമ്പോൾ ദൈവത്തിന്റെ തേജസ് ഇവരുടെ മേൽ ഉദിക്കുന്ന ആ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവര് ലോകമെങ്ങും പോയിട്ട് അന്യദേശങ്ങളിലേക്ക് ക്രിസ്തുവിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്ന ആ ഒരു പ്രവചനമാണ് യെശയ്യാ 60 1 തൊട്ട് 3 വരെയുള്ള കാര്യം.
പറയുന്നത്. റൈറ്റ്? അപ്പോൾ അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു വാക്യമാണ് സ്വർഗീയ വിളിയുടെ ഓഹരിക്കാരായുള്ളവരെ എന്ന്. പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഹെവൻലി കോളിംഗ്. ഹെബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ലേഖനകർത്താവ് ഇങ്ങനെ പറയുക, ഈ ഭൂമിയിൽ നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരം ഇല്ല, എന്നാൽ ഒരു നഗരം വരുന്നു. ഇല്ലേ? ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതോ അത്രേ നാം അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ആൾക്കാർക്ക് മനസ്സിലാകുന്നത് എന്താണ്? നമുക്ക് മേളിൽ നിന്ന് ഒരു സ്വർഗത്തിൽ നിന്ന് സ്വർഗീയമായ ഒരു നഗരം നമുക്ക് വേണ്ടി വരുന്നു എന്ന്. നമ്മുടെ അതേ കാര്യമാണ് ഹെബ്രായർക്കെഴുതിയ ലേഖനം 11:8-10 വരെയുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ബൈ ഫെയ്ത്ത് എബ്രഹാം വിശ്വാസത്തോടുകൂടി വാഗ്ദത്ത ദേശത്ത് ചെന്നപ്പോഴും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു, പരദേശികളെ പോലെ പാർത്തു. എന്തുകൊണ്ടാണ്? He looked forward for a city which hath foundations and whose builder and maker is God. അതായത് ദൈവം തന്നെ ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരത്തിനായി നോക്കി പാർത്തു. അബ്രഹാമിന് മനസ്സിലായി, വിശ്വാസത്താൽ മനസ്സിലായി, ഇതല്ല, സ്വർഗീയമായ ഒരു നഗരമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-3 വരെ പലരും പറയും ഇത് ഈ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഉപദേശം സുവിശേഷങ്ങളിലും ഉണ്ടായിരുന്നു. അതായത് യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്, ഇല്ലായിരുന്നു എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോൾ ഇതേത് നഗരത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്? സ്വർഗീയമായ യെരുശലേമിനെ കുറിച്ചാണ് പറയുന്നത്. ഇല്ലേ? മഹോപദ്രവകാലത്തിന്റെ അവസാനം ആ വരുവാനുള്ള സമയങ്ങളിൽ ഈ സ്വർഗീയ യെരുശലേം അണിഞ്ഞ് ഒരുങ്ങിയ മണവാട്ടിയെ പോലെ ഭൂമിയിൽ ഇറങ്ങി വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? റൈറ്റ്? അപ്പൊ അതേ കാര്യമാണ് സ്വർഗീയ വിളി. കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ എങ്ങനെയാണ് പഠിപ്പിച്ചത്? സ്വർഗത്തിലുള്ളതുപോലെ ഈ ഭൂമിയിലും ഉണ്ടാകട്ടെ, അല്ലേ? നമുക്ക് ഒരു വാക്യം എടുക്കാം. 1 പത്രോസ് 1-ാം അധ്യായം 3-5 വരെയുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയെ കുറിച്ചാണ് പത്രോസ് പറയുന്നത്. അപ്പൊ ഇന്ന് കൃപായുഗത്തിൽ നമ്മുടെ രക്ഷ നാം നമ്മുടെ സുവിശേഷം കേട്ട്, കൃപയുടെ സുവിശേഷം കേട്ട് വിശ്വസിക്കുന്ന മാത്രമേ പരിശുദ്ധാത്മാവ് എന്ന ദാനം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്ന് പരിശുദ്ധാത്മാവെന്ന മുദ്ര നമ്മുടെ മേൽ ഇട്ട്, ഇല്ലേ, നമ്മൾ കർത്താവിനോട് കൂടി സ്വർഗസ്ഥലങ്ങളിൽ എന്ത് ചെയ്തിരിക്കുക? ഇരുത്തിയിരിക്കുക, അല്ലേ? അഷ്വറൻസ് ഓഫ് സാൽവേഷൻ ഉണ്ട്. പക്ഷേ ഹെബ്രായർക്കെഴുതിയ ലേഖനം മുതൽ വെളിപ്പാട് വരെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആ റാപ്ചറിന് ശേഷമുള്ള കാലഘട്ടത്തിലെ ആ ലിറ്റിൽ ഫ്ലോക്ക് ചർച്ച്, അവരുടെ രക്ഷ വരുവാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അവരുടെ മേൽ കൃപ പകരാനിരിക്കുന്നതേ ഉള്ളൂ. അത് കർത്താവിന്റെ 2-ാം വരവെങ്കിൽ, അതായത് ഒലിവുമലയിൽ അപ്രത്യക്ഷ ഗ്ലോറിയസ് കമ്മിങ്ങിലാണ് അത് നടക്കുന്നത്, ഇല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? വിശ്വാസത്താൽ ശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയവും മാലിന്യവും വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതായത് കർത്താവ് ഇവരുടെ വരവെങ്കിൽ പഴയ നിയമ വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറന്ന് ഭൂമി ഗർഭം ധരിച്ച് പ്രേതന്മാർ പ്രസവിക്കുന്നത് പോലെ,
റൈറ്റ്? അവരുടെ കല്ലറകൾ തുറന്ന്, എഹെസ്കേൽ 37 എന്താണ് പറയുന്നത്? അവരുടെ കല്ലറകൾ തുറന്ന് ദൈവം അവരെ എവിടെ കൊണ്ടുവരും? അവരുടെ സ്വന്തം ദേശമായ ഇസ്രായേലിലേക്ക്, പിതാക്കന്മാർക്ക് വാഗ്ദത്തം കൊടുത്ത ആ ദേശത്തിലേക്കാണ് അവരുടെ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞ് നേരെ ഈ ഭൂമിയിലോട്ട് തന്നെയാണ് കൊണ്ടുവരുന്നത്. ഇസ്രായേലിൽ തന്നെയാണ് കൊണ്ടുവരുന്നത്. മനസ്സിലുണ്ട്? അവർക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന സ്വർഗീയമായ ഏതാ പ്രതിഫലങ്ങൾ, ഇൻകറപ്റ്റബിൾ, അൺഡിഫൈൽഡ്, മങ്ങിപ്പോകാത്ത, റിസർവ്ഡ് ഫോർ യു ഇൻ ഹെവൻ, റൈറ്റ്? സ്വർഗത്തിൽ സൂക്ഷിക്കപ്പെടും. അതാണ് ഈ സ്വർഗീയ വിളി എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ? നമ്മുടെ റാപ്ചറിന് ശേഷം നാം തിരികെ ഈ ഭൂമിയിലേക്ക് വരുന്നില്ല. നാം സ്വർഗീയ മണ്ഡലങ്ങളിൽ തന്നെ, അല്ലേ? വീണുപോയ ദൂതന്മാരുടെ സ്ഥലങ്ങൾ, ആ സ്ഥാനങ്ങൾ നമ്മൾ അവരെ എന്ത് ചെയ്യുക? റീപ്ലേസ് ചെയ്യുക, ഇല്ലേ? നമുക്ക് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം എന്താ പറയുന്നത്? ഈ കൂടാരമാകുന്ന ഈ ഭൗമിക ശരീരം അഴിഞ്ഞു പോയാൽ നമുക്ക് കൈപ്പണിയല്ലാത്ത, ഏതാ, ദൈവം പോലും കൈകൊണ്ട് പണിതല്ല, അങ്ങനത്തെ വാസസ്ഥലം, നിത്യവാസസ്ഥലം എവിടുണ്ടെന്നാ പറഞ്ഞത്? സ്വർഗത്തിലുണ്ട് എന്നല്ലേ? അപ്പൊ നോക്കണം, ആ ഒരു വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കും. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ, ഇത് വേർതിരിക്കപ്പെട്ട വിശുദ്ധ സഹോദരന്മാരാരാണ്? ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെന്ന് പറയുമ്പോൾ ഹെവൻലി ബ്ലെസ്സിങ് ആണ് അബ്രഹാമിന് കൊടുത്തിരിക്കുന്നത്, ഇല്ലേ? സ്വർഗത്തിലുള്ളത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന കാര്യമാണ് പറയുന്നത്. അടുത്തത്, കർത്താവിനെ ചിത്രീകരിച്ചിരിക്കുന്ന അപ്പോസ്തോലനും പുരോഹിതനുമായിട്ടാണ് ചിത്രീകരിച്ചത്. യേശുവിനെ ശ്രദ്ധിച്ചു നോക്ക് ആണ് പറയുന്നത്, അല്ലേ? യേശുക്രിസ്തു ജീവിതത്തെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവരോട് പറയുക, യേശുക്രിസ്തു എങ്ങനെ കഷ്ടം സഹിച്ചു, എങ്ങനെ അനേക പ്രലോഭനങ്ങളെ ദൈവവചനത്താൽ കർത്താവ് എങ്ങനെ അതിജീവിച്ചു, അതുപോലെ മഹോപദ്രകാലത്തിൽ കൂടി കടന്നു പോകുന്ന ദൈവമക്കളും അതിജീവിക്കണം, പിടിച്ചു നിൽക്കണം. മരണത്തോളം യേശുക്രിസ്തു എങ്ങനെ വിശ്വസ്തനായിരുന്നോ അതുപോലെ അവരും എന്ത് ചെയ്യണം? മരണത്തോളം വിശ്വസ്തനായിരിക്കണം, ഇല്ലേ? ഹെബ്രായർക്ക് ലേഖനം 5:8 പറയുന്നത് എന്തുവാ? കഷ്ടം അനുഭവങ്ങളിലൂടെ ഏതാ കർത്താവ് അനുസരണം പഠിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അനേക കഷ്ടങ്ങളിൽ കൂടി ഇവർ പോകുമ്പോൾ, 1 പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്ന തീയിൽ കൂടി എന്ന പോലെ ശോധനയിൽ കൂടി കടന്നു പോകുമ്പോൾ ഇവർ അതിൽ നിന്ന് പുറത്തു വരുന്നത് എങ്ങനായിട്ടാണ്? വിലയേറിയ രത്നങ്ങളായിട്ടാണ് വരുന്നത്, അല്ലേ? 1 പത്രോസ് 2:21 പറയുന്നത്, For even hereunto were ye called, because Christ also suffered for us, leaving us an example that we should follow his footstep. ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചതുപോലെ കർത്താവ് നമുക്ക് വേണ്ടി എന്താണ്? ഒരു നല്ല മാതൃകാ പുരുഷനാണ്. നമ്മൾ അതുപോലെ കഷ്ടം സഹിക്കാൻ എന്നുള്ളൊരു ആഹ്വാനമാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം മുതൽ വെളിപ്പാട് വരെ നാം കാണുന്നത്. അപ്പൊ ഇതെല്ലാം ഇസ്രായേലിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ്. നമുക്ക് അതിൻ്റെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5 തൊട്ട് 6 വരെയുള്ള ഭാഗം വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് മോശയെക്കാട്ടിലും ശ്രേഷ്ഠമായിരിക്കുന്നു എന്നുള്ളൊരു കാര്യം. അവിടെ പറഞ്ഞിരിക്കുന്നത്, മോശ ഒരു വിശ്വസ്ത ദാസനായിരുന്നു. ദൈവത്തിന്റെ ഗ്രഹങ്ങൾ, തൻ്റെ ഗ്രഹങ്ങളിലൊക്കെയും ഒരു വിശ്വസ്ത ദാസനായിരുന്നു. എന്നാൽ കർത്താവോ സകലതിൻ്റെയും സൃഷ്ടിതാവാണ്. എങ്ങനെയാണ് കർത്താവ് മോശയെക്കാട്ടിലും ശ്രേഷ്ഠൻ? മോശ ഒരു ദാസൻ, വിശ്വസ്ത ദാസൻ. ഹി വാസ് എ ഫെയ്ത്ത്ഫുൾ സെർവന്റ് ഇൻ ഓൾ ഹിസ് ഹൗസ്. മോശയെ അപ്പോയിന്റ് ചെയ്തത് ദൈവമാണ്. കർത്താവാണ് മോശയെ അപ്പോയിന്റ് ചെയ്തത്, അല്ലേ? ആ മുൾപടർപ്പിൽ തീ കത്തുന്നു, ആ മുൾപടർപ്പിൽ നിന്ന് യഹോവ സംസാരിക്കുന്നു, യഹോവയുടെ ദൂതൻ സംസാരിക്കുന്നു. അടുത്ത വാക്കിൽ എന്താ പറഞ്ഞത്? ദൈവം തിരിഞ്ഞു നോക്കിയപ്പോൾ മോശ അടുത്തു വരുന്നു, ഇല്ലേ? കർത്താവാണ് മോശ വിളിച്ച് വേർതിരിച്ച് അപ്പോയിന്റ് ചെയ്യുന്നത്.
അധികാരങ്ങൾ കൊടുത്തത്, ഇല്ലേ? അപ്പൊ മോസസ് വാസ് എ ഫെയ്ത്ത്ഫുൾ സെർവന്റ്, വെയർആസ് ക്രൈസ്റ്റ് ഈസ് ദ ക്രിയേറ്റർ ഓഫ് ഓൾ തിങ്സ്. സകലതിന്റെയും സൃഷ്ടിതാവാണ് നമ്മുടെ കർത്താവ്. അടുത്തത്, മോശ ഒരു വിശ്വസ്ത ദാസൻ, എന്നാൽ കർത്താവോ പിതാവിന്റെ ഏകജാതനാണ്, അല്ലെ? ഈസ് ദ സൺ ഓഫ് ഗോഡ്. മോശയ്ക്ക് അധികാരങ്ങളും പ്രതിഫലങ്ങളും ലഭിക്കുന്നു, അല്ലെ? നല്ല ദാസന്മാർക്ക് നല്ല പ്രവൃത്തി ചെയ്താൽ പ്രതിഫലങ്ങളാണ് ലഭിക്കുന്നത്. മോശയ്ക്ക് പ്രതിഫലമാണ് ലഭിക്കുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവോ സകലതിനും അവകാശിയാണ്. ഹീസ് ദ ഹെയർ ഓഫ് ഓൾ തിങ്സ്, ഇല്ലേ? നമ്മൾ അതിൻ്റെ 5 തൊട്ട് 6 വരെയുള്ള വായിക്കുമ്പോൾ നമുക്ക് അതാണ് മനസ്സിലാകുന്നത്, അല്ലെ? ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത, ക്രിസ്തു മോശയെക്കാട്ടിലും ശ്രേഷ്ഠൻ. ദ സൺ ഓഫ് ഗോഡ് എന്ന് പറയുന്ന പദം ഹാവിങ് ദ ക്വാളിറ്റീസ് ഓർ ഫീച്ചേഴ്സ് ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചായിരുന്നല്ലേ, മനുഷ്യപുത്രൻ എന്ന് കർത്താവിനെ വിളിക്കുമ്പോൾ മനുഷ്യന്റെ സ്വഭാവമെല്ലാം ഉള്ളത് ഏതാ? കർത്താവ് ദാഹിച്ചു, ക്ഷീണിച്ചു, ഉറങ്ങി. കർത്താവിനെല്ലാം അറിയത്തില്ലായിരുന്നു, പിതാവിനല്ലാതെ പുത്രൻ പോലും ഒന്നും അറിയുന്നില്ല എന്ന് പറയുന്നു, ഇല്ലേ? അതേ സമയം തന്നെ കർത്താവ് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, പാപങ്ങൾ മോചിക്കുന്നു, ഇല്ലേ? അതെല്ലാം മരിച്ചവരെ ഉയർപ്പിക്കുന്നു, എല്ലാം കാണിക്കും. ക്രിസ്തു ഒരേ സമയം മനുഷ്യനും ദൈവമായിരുന്നു എന്നുള്ള ടീച്ചിങ് ആണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചത്, അല്ലേ? അടുത്ത കാര്യം, യേശുക്രിസ്തു മോശയെക്കാട്ടിലും ശ്രേഷ്ഠൻ എന്ന് നമ്മൾ കാണുമ്പോൾ മോശ വിശ്വസ്തനായൊരു ദാസനായിരുന്നു. പുറപ്പാട് പുസ്തകം 40:16, സംഖ്യാപുസ്തകം 1:54 ഒക്കെ നമ്മൾ വായിക്കുന്നത് എന്തുവാ? ദൈവം എങ്ങനെ മോശയോട് പറഞ്ഞോ അങ്ങനെ തന്നെ മോശ ചെയ്തു. എങ്ങനെ ദൈവം മോശയോട് അരുളി ചെയ്തോ അതുപോലെ തന്നെ ഇസ്രായേൽ മക്കളും ചെയ്തു. ഇവർ വിശ്വസ്തനായൊരു ദാസനാണ്. അതേസമയം കർത്താവായ യേശു ക്രിസ്തുവോ പിതാവിന്റെ പുത്രനാണ്. പിതാവ് പുത്ര ബന്ധത്തിലാണ് കർത്താവ് സകലതിന്റെയും അവകാശിയായത്, അല്ലേ? മോസസ് വാസ് എ സെർവന്റ് ഓഫ് ഗോഡ് ഇൻ an earthly tabernacle which was a shadow of heavenly things where Christ ministers. മോശ കൈകളാൽ പണിത ദൈവ കൂടാരത്തിലാണ് ശുശ്രൂഷ ചെയ്തത്. ഈ ഭൂമിയിലെ കൂടാരത്തിലാണ് ശുശ്രൂഷ ചെയ്തത്. എന്നാൽ കർത്താവോ, അല്ലെ, സ്വർഗത്തിൽ ഉള്ള ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന കൂടാരം, മോശ സേവനമനുഷ്ഠിച്ച ആ കൂടാരം എന്ന് പറഞ്ഞാൽ വരുവാനുള്ള സ്വർഗീയമായതിന്റെ നിഴൽ മാത്രമായിരുന്നു. ക്രിസ്തു മോശയെക്കാട്ടിലും ശ്രേഷ്ഠൻ. മോശയും പ്രവാചകന്മാരും അവരുടെ പ്രവചനങ്ങളുടെ വിഷയമായിരുന്നു എന്തുവാ? ക്രിസ്തു. അവർ കർത്താവിൽ നിന്നാണ് ആലോചന പ്രാപിച്ചതും കർത്താവിനെ കുറിച്ചാണ് അവരുടെ മെജോറിറ്റി പ്രൊഫസീസ്, ഇല്ലേ? ആവർത്തന പുസ്തകം 18:15 മോശ പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് തരും. അവന്റെ വചനം നിങ്ങൾ കേൾക്കണം. ഇത് മോശ ആരെക്കുറിച്ചാണ് ഈ പ്രവചിക്കുന്നത്? പത്രോസ് അപ്പോസ്തലൻ പ്രവൃത്തിയുടെ പുസ്തകം 3:22 തൊട്ട് 23 വരെ വായിച്ചാൽ പത്രോസ് പറയുക, മോശ അന്ന് പ്രവചിച്ചത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. മനസ്സിലാവുന്നുണ്ട്? ഇന്ന് മറ്റു പലരും പറയുന്നുണ്ട് ആ മോശ പ്രവചിച്ചത് അവരെ കുറിച്ചാണ്. പക്ഷെ അല്ല, അത് യഹൂദനായിരിക്കണം, അല്ലേ? അവരുടെ ഇടയിൽ നിന്ന്, നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 45-ാമത്തെ വാക്യത്തിൽ
ഫിലിപ്പോസ് നഥന്യേലിനെ കണ്ടെത്തി. എന്നിട്ട് നഥന്യേലിനോട് പറയുന്നത് എന്തുവാ? We have found him of whom Moses in the law and the prophets did write, Jesus of Nazareth, the son of Joseph. വളരെ വ്യക്തമായിട്ട് പറയുകയാണ് മോശ ആരെക്കുറിച്ചാണ് പ്രവചിച്ചത്. ജീസസ് ഓഫ് നാസറേത്ത്, ദ സൺ ഓഫ് ജോസഫ്. മനസ്സിലാകുന്നുണ്ടോ? മോശ വിശ്വസ്തനായ ഒരു സേവകൻ, വിശ്വസ്തനായ ഒരു സെർവന്റ്, എ ഫെയ്ത്ത്ഫുൾ സെർവന്റ്. He prophesied about Jesus Christ. അവരുടെ ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും മുഖ്യ വിഷയമായിരുന്നു ക്രിസ്തുവിനെ കുറിച്ചാണ് അവർ പ്രവചിച്ചു വന്നത്, ഇല്ലേ? അടുത്തത്, ക്രൈസ്റ്റ് ഈസ് ബെറ്റർ ദാൻ മോസസ്. യോഹന്നാന്റെ സുവിശേഷം 1:16-17 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ആൻഡ് ഓഫ് ഹിസ് ഫുൾനെസ് have all we received, and grace for grace. For the law was given by Moses, but grace and truth came by Jesus Christ. അവന്റെ നിറവിൽ നിന്നും നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. അപ്പൊ ഇവിടുത്തെ ഈ ഒരു വാക്യത്തിൽ തന്നെ നമ്മൾ നോക്കണം, യേശു ക്രിസ്തുവിൽ നിന്ന് ലഭിച്ചത് മോശയിൽ നിന്ന് ലഭിച്ചതിനെക്കാട്ടിലും ശ്രേഷ്ഠമാണെന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു വാക്യം നമ്മളെ കാണിക്കുന്നത്. അല്ലേ? The law was given by Moses. നമുക്കറിയാം, സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ അവിടെ ഒരു വ്യക്തി വെളുപ്പിനെ വിറക് ചുള്ളിൽ പറക്കുവാൻ വേണ്ടി പോയി. അത് സബത്ത് നാളായിരുന്നു. ആൾക്കാരെല്ലാവരും അവനെ പിടിച്ചോണ്ട് മോശയുടെ അടുത്ത് കൊണ്ടുവന്നു. ഇവൻ സബത്ത് ലംഘിച്ചിരിക്കുന്നു, കൽപ്പന ലംഘിച്ചിരിക്കുന്നു, ഇവൻ എന്ത് ചെയ്യണം? മോശയ്ക്ക് അറിയത്തില്ലായിരുന്നു എന്ത് ചെയ്യണം. ഉടനെ മോശ എന്ത് ചെയ്തു? നേരെ ചാടി ഒരു ഡിസിഷൻ എടുത്തോ? ഇല്ല. ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തോട് ചോദിച്ച് എന്ത് ചെയ്യണം. ദൈവം എന്താണ് പറഞ്ഞത്? ആ വ്യക്തിയെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന്, ഇല്ലേ? അവരിന്ന് ഒരു ദയയില്ലാതെ, ഒരു കരുണയില്ലാതെ പാളയത്തിനപ്പുറത്ത് പുറത്തു കൊണ്ടുപോയി ആ വ്യക്തിയെ കല്ലെറിഞ്ഞ് കൊല്ലുകയുണ്ടായി. മനസ്സിലാവുന്നുണ്ടോ? കൃപയും സത്യവും യേശു ക്രിസ്തുവിൽ നിന്ന് വന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുതിയ ഉടമ്പടി, ദ ന്യൂ കവനന്റ്, മോശയുടെ പഴയ ഉടമ്പടിയെക്കാട്ടിലും എന്താ ശ്രേഷ്ഠമുള്ളതാണെന്ന് ഹെബ്രായർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 7 മുതൽ 13 വരെ നിങ്ങൾ മലയാളത്തിൽ വായിക്കുക. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: For if that first covenant had been faultless, then should have no place been sought for a second one. അത് ആദ്യത്തെ ഉടമ്പടിക്ക് അഥവാ ഒരു കുറവില്ലായിരുന്നു എങ്കിൽ രണ്ടാമതിൻ്റെ ഒരു ആവശ്യം ഇല്ലായിരുന്നു. അപ്പൊ അതിനെന്തുണ്ടായിരുന്നു? മോശയോട് ലഭിച്ചതിൽ എന്തുണ്ടായിരുന്നു? അതിനകത്തൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്താ പ്രോബ്ലം? അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അതാർക്കും അത് പാലിക്കാൻ കഴിയത്തില്ലായിരുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ യാക്കോബ് അപ്പോസ്തലൻ, ക്രിസ്തുവിന്റെ സഹോദരൻ യാക്കോബ്, ഇങ്ങനെയാണ് പൗലോസിനോട് പറയുന്നത്. അവർ തമ്മിലുള്ള ഡിസ്കഷനിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്: നമുക്കോ നമ്മുടെ പിതാക്കന്മാർക്കോ ആർക്കും പ്രമാണിക്കാൻ കഴിയാഞ്ഞ ഈ വലിയ ഭാരം, ഈ വലിയ നുഖം എന്തിന് ജാതികളുടെ മേൽ വെക്കുന്നു എന്നാണ് പറയുന്നത്, ഇല്ലേ? അപ്പൊ പറയുന്നത് എന്തോ? അവർക്കോ, ശിഷ്യന്മാർക്കോ അപ്പോസ്തലന്മാർക്കോ അവരുടെ പിതാക്കന്മാർക്കോ ആർക്കും തന്നെ പ്രമാണിക്കാൻ കഴിയാഞ്ഞ വലിയ നുഖം മോശയുടെ ന്യായപ്രമാണം, ഇല്ലേ? അതിന്റെ 10-ാമത്തെ വാക്യം: For this is the covenant that I will make with the house of Israel after those days. ആ ദിവസങ്ങൾക്ക് ശേഷം ഒരു കർത്താവ് പറയാം, ഒരു പുതിയ ഒരു ഉടമ്പടി ഞാൻ ആരോടാണ് ചെയ്യുന്നത്? ഇസ്രായേൽ ഗൃഹത്തോടാണ് ചെയ്യുന്നത്, അന്യജാതികളോട്, ഇസ്രായേൽ ഗൃഹത്തോടാണ്. The new covenant is with the people of Israel.
said the Lord, I will put my laws, എൻ്റെ ന്യായപ്രമാണങ്ങളെ in their mind and write them in their hearts. അവരുടെ ഹൃദയങ്ങളിൽ ഞാൻ എഴുതും. And I will be to them a God and they shall be to me a people. ഇത് ഈ ഒരു ഭാഗം 10, 11, 12 ഹോശയ്യ പ്രവചനത്തിൽ നിന്ന് ഉള്ളൊരു റെഫറൻസാണ്. ലോ ആമി, അതായത് എൻ്റെ ജനമല്ല എന്ന് ഹോശയ്യ പ്രവചനത്തിൽ പറയുമ്പോൾ, ഹോശയ്യ പ്രവചനം അവസാനിക്കുമ്പോൾ പറയുന്നത്, അവർ മടങ്ങി വരുമ്പോൾ, ദൈവം അവരെ മടക്കി കൊണ്ടുവരുമ്പോൾ, ഞാൻ അവളെ ഇസ്രായേലിനെ ഒരു മണവാട്ടിയായിട്ട് ചിത്രീകരിച്ചിട്ട് പറയുക, മരുഭൂമിയിൽ വിളിച്ചു കൊണ്ടുപോയി ഞാൻ അവരോട് ഹൃദയംഗമായി സംസാരിച്ച് ഞാൻ അവളെ മടക്കി കൊണ്ടുവരും എന്നുള്ള ഒരു ഭാഗമാണ് ഹോശയ്യ പ്രവചനത്തിൽ പറഞ്ഞത്. ആ നാളിൽ അവർ ഇനിയും ലോ ആമി അല്ല, അതായത് എൻ്റെ ജനം അല്ല എന്ന് ആരും പറയുകയില്ല, അവരെൻ്റെ ജനമായി തീരും. എന്നിട്ട് തന്നെ റൂഹാമ, കൃപ ഇല്ലാത്തവർ എന്ന് ഉള്ളൊരു കൂട്ടത്തെ 12ാമത്തെ വാക്യം എന്ന് പറയാം, I will be merciful to their unrighteousness and their sins and their iniquities will I remember no more. മനസ്സിലാകുന്നുണ്ടോ? ആ ഒരു ഭാഗം കണ്ട പ്രിയമുള്ളവരെ, എങ്ങനെ എൻ്റെ ജനമല്ല എന്നിന്ന് ആയിരിക്കുന്ന ജനത്തെ അന്ന് കർത്താവിൻ്റെ ജനമാക്കി മാറ്റും. ഇന്ന് കരുണ ലഭിച്ചിട്ടില്ലാത്തവര് അന്ന് ദൈവം അവർക്ക് കരുണ ലഭിക്കും, ഇല്ലേ? സക്കറിയ പ്രവചനം ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കർത്താവിന്റെ വരവെങ്കിലാണിത് നടക്കുന്നത്. അന്ന് ആ ദിവസം ഇസ്രായേലിൽ പാപത്തിന്റെ ശുദ്ധീകരണത്തിനായി ഒരു ഉറവ തുറക്കും എന്നുള്ളത്, അല്ലെ? അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ഞാൻ കരുണയുടെയും കൃപയുടെയും ആത്മാവിനെ അവരുടെ മേൽ പകരും. എപ്പോഴാണ്? അവർ കുത്തിയവങ്കിലേക്ക് നോക്കി അവർ നെഞ്ചത്തടിച്ച് അവർ വിലപിച്ച് അനുതപിക്കുമ്പോൾ കർത്താവ് കൃപയുടെയും കരുണയുടെയും ആത്മാവിനെ അവരുടെ മേൽ പകരും. അപ്പൊ ഇത് മനസ്സിലാവുന്നുണ്ട്, ഇത് ഇസ്രായേലിന് വേണ്ടിയുള്ള ഒരു കാര്യമാണെന്ന് റൈറ്റ്ലി ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ 13ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന, എ ന്യൂ കവനന്റ് ഹി ഹാത്ത് മെയ്ഡ് ദ ഫസ്റ്റ് ഓൾഡ്, നൗ ദാറ്റ് വിച്ച് ഡീക്കേത്ത് ആൻഡ് വാക്സത്ത് ഓൾഡ് ഈസ് റെഡി ടു വാനിഷ്. അതായത് പഴയ ഉടമ്പടി നീങ്ങിപ്പോകാൻ തയ്യാറായിരിക്കുകയാണെന്നാണ് എബ്രായർക്ക് എഴുതിയ ലേഖനകർത്താവ് പറയുന്നത്. നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ അപ്പൊ നമുക്ക് മനസ്സിലാവുന്നത്, ക്രിസ്തുവിന്റെ പുതിയ ഉടമ്പടി പഴയ ഉടമ്പടി മോശയിൽ നിന്ന് വന്ന ദൂതന്മാരുടെ മധ്യസ്ഥതയിൽ കൂടി മോശയിൽ നിന്ന് ലഭിച്ചതിനെക്കാട്ടിലും ശ്രേഷ്ഠമാണ്. നമുക്ക് മുൻപോട്ട് പോകാം. By works of law no flesh is justified, but faith of Christ justifies believer from all things of the law. ഗലാത്യർക്കെഴുതിയ ലേഖനം പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, we who are Jews by nature and not sinners of the Gentiles, knowing that man is not justified by the works of law, but the faith of Jesus Christ. Even we have believed in Jesus Christ, that we might be justified by the faith of Christ and not by the works of law. For by works of law shall no flesh be justified. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ഈ കൃപായുഗത്തിൽ, ഒരു ജഡവും, യഹൂദരാകട്ടെ അന്യജാതികളാകട്ടെ, നല്ല പ്രവൃത്തികൾ കൊണ്ട് ആരും നീതീകരിക്കപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിൽ 13ാം അധ്യായം പൗലോസ് അപ്പോസ്തലന്റെ ആദ്യത്തെ മിഷണറി ജേർണിയാണ്. വളരെ അനുഗ്രഹപ്പെട്ടൊരു വാക്യം പൗലോസ് അപ്പോസ്തലൻ 13:38 തൊട്ട് 43 വരെ പറയുന്നത്. അതിങ്ങനെ, ബി ഇറ്റ് നോൺ അൺടു യു therefore men and brethren, that through this man is preached unto you the forgiveness of sin, and by him, ഇതാരെ കുറിച്ചാണ് പറഞ്ഞത്? ക്രിസ്തു മുഖാന്തരം പാപങ്ങളുടെ മോചനങ്ങളെ കുറിച്ച് പ്രസംഗിച്ചിരിക്കുകയാണ്. എന്നിട്ട് 39ാമത്തെ വാക്യം, and by him all that believe, നോക്കണേ, ആരെല്ലാം യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന എല്ലാവരും, അവരെ കുറിച്ച് പറയുന്നത് എന്തുവാ? And by him
all that believe are justified from all things from which ye could not be justified by the law of Moses. മനസ്സിലാകുന്നുണ്ടോ? മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിലും നിന്ന് വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞു കൊള്ളുവീൻ. പൗലോസ് അപ്പോസ്തലൻ പറയുക, മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് ലഭിക്കാത്ത ആ നീതി കർത്താവായ യേശുക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ ന്യായപ്രമാണം 100% പ്രമാണിച്ചു എന്നുള്ള ക്രിസ്തുവിന്റെ നീതി നമ്മളിലേക്ക് പകരപ്പെടുകയാണ്. അതാണ് നോക്കണേ, ആദ്യം നമ്മുടെ രക്ഷയുടെ സുവിശേഷം നാം കേട്ട് വിശ്വസിക്കുമ്പോൾ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നോക്കണേ, ഇത് യൂണിവേഴ്സലിസം അല്ല ഇത് പഠിപ്പിക്കുന്നത്. ആദ്യം നമ്മൾ സത്യവചനം കേൾക്കണം. അതാണ് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നത്, എങ്ങനെ സുവിശേഷം കേൾക്കും? ആരെങ്കിലും പോയി പ്രസംഗിക്കാതെ, ഇല്ലേ? പ്രാസംഗികനില്ലാതെ, ഒരു സുവിശേഷകനില്ലാതെ എങ്ങനെ സുവിശേഷം ജനം കേൾക്കും? ഇല്ലേ? ഇമ്പോർട്ടൻ്റ് എന്തോ, ആദ്യം സത്യസുവിശേഷം നമ്മൾ കേൾക്കണം. കൃപായുഗത്തിലെ കൃപയുടെ സുവിശേഷം നാം കേട്ട് വിശ്വസിക്കുമ്പോൾ പിതാവായ ദൈവം യേശുക്രിസ്തുവിന് പിതാവിൽ ഉണ്ടായിരുന്ന ആ വിശ്വാസമാണ് നമ്മളിലേക്ക് പകരപ്പെടുന്നത്, അല്ലേ? ക്രിസ്തുയേശുവിന്റെ നീതിയാണ് നമ്മളിലേക്ക് പകരപ്പെടുന്നത്, ഇല്ലേ? നാം ദൈവനീതി ആകേണ്ടതിന് വേണ്ടി പാപം അറിയാത്തവൻ, പാപമില്ലാത്തവൻ നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി. എത്ര ആഴമുണ്ടെന്നറിയാം ആ വാക്യത്തിന്. നാം ദൈവനീതിയാകേണ്ടതിന്. ഈ വാക്യം പറയുക എങ്ങനെയാണ്, എപ്പോഴാണ് നമ്മൾ ദൈവനീതിയായി മാറുന്നത്? നാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മാത്രമേ നാം ദൈവത്തിന്റെ നീതിയായി മാറുക. ക്രിസ്തുവിന്റെ നീതി, ക്രിസ്തുവിന്റെ വിശ്വാസം നമ്മളിലേക്ക് പകരപ്പെടുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഇത്, മനസ്സിലാക്കണം, അല്ലേ? നമുക്ക് മുൻപോട്ട് പോകാം. അപ്പോൾ ഈ അപ്പോസ്തല പ്രവൃത്തി 13:38-43 വരെയുള്ള വാക്യം നിങ്ങൾ പിന്നീട് വായിക്കുക. വളരെ ബ്ലെസ്സഡ് കാര്യമാണ്. കർത്താവായ യേശുക്രിസ്തു മോശയുടെ പ്രവചനങ്ങളും ലേഖനങ്ങളുടേതും മുഖ്യ വിഷയമായിരുന്നു. യേശുക്രിസ്തു തന്റെ ഭൗമിക ശുശ്രൂഷ സമയത്ത് ഇസ്രായേൽ മക്കളുടെ അടുക്കൽ വന്നപ്പോൾ അവര് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല. അവർ പറയുന്നത് എന്തുവാ? ഞങ്ങൾക്ക് മോശയും പ്രവാചകന്മാരുമുണ്ട്. ശമരിയക്കാരി സ്ത്രീ വരെ യേശുവിനോട് ചോദിച്ചു, നീ യാക്കോബിനെക്കാട്ടിലും വലിയതാണോ? യാക്കോബിന്റെ കിണർ ഇവിടെ ഉണ്ട്, യാക്കോബാ ഞങ്ങളുടെ പിതാവ്. അതെ, മുൻപിൽ നിൽക്കുന്ന ആരാ? ജീവന്റെ ഉറവിടം, നിത്യജീവന്റെ ഉറവിടമായ ക്രിസ്തു എന്ന് പറയുന്നത് എന്തുവാ? ഞങ്ങൾക്ക് ഈ കിണറുണ്ട്, ഞങ്ങൾക്ക് പിതാവായിട്ട് യാക്കോബുണ്ട്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു യോഹന്നാൻ 5-ാം അധ്യായം 45-46 വരെയുള്ള വാക്യത്തിൽ പറയും, ഡു നോട്ട് തിങ്ക് that I will accuse you to the Father. There is one that accuseth you, even Moses, in whom ye trust. ഞാൻ പിതാവിന്റെ മുൻപിൽ നിങ്ങളെ കുറ്റം ചുമത്തും എന്ന് നിങ്ങൾക്ക് തോന്നരുതേ. നിങ്ങളെ കുറ്റം ചുമത്തുന്നവൻ ഉണ്ട്, നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന മോശ തന്നെ. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ മോശയെ വിശ്വസിച്ചു എങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, അവൻ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പൊ ഇവർ പറയുന്നത് ഞങ്ങൾക്ക് മോശയുണ്ട്. കർത്താവ് അവരോട് പറയുന്നത്, മോശ എന്നെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്, പ്രവാചകന്മാർ എന്നെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ആ മോശ വിശ്വസിക്കുമായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ മോശയിലും ശ്രേഷ്ഠനായ നിത്യജീവന്റെ ഉറവിടമായ എന്റെ അരികിൽ വരുമായിരുന്നു. ലൂക്കോസ് 24:27 വാക്യം, മോശ തുടങ്ങി സകല പ്രവാചകന്മാരിലും നിന്ന് എല്ലാ തിരുവെഴുത്തുകളും തന്നെ കുറിച്ച് ഉള്ളത് അവർക്ക്
വ്യക്തമാക്കി കൊടുത്തു. ഇതാരോടാണ്? എമ്മോസിലേക്ക് യാത്ര ചെയ്യുന്ന ശിഷ്യന്മാരോട്. കർത്താവായ യേശുക്രിസ്തു മോശ മുഖാന്തരം എല്ലാ പ്രവാചകന്മാരും എന്നെക്കുറിച്ച്, ക്രിസ്തുവിനെ കുറിച്ച്, കഷ്ടം സഹിച്ച് മരിച്ചടക്കപ്പെട്ട് എഴുത്തെഴുന്നേൽക്കണം എന്നുള്ള ആവശ്യകതയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? Moses was a faithful servant. Christ was the subject of his writings. ക്രിസ്തു മോശയെക്കാട്ടിലും ശ്രേഷ്ഠൻ. നമുക്ക് മുൻപോട്ട് പോകാം. Law and prophets will not give eternal life unless one comes to Christ. അതേ അധ്യായം യോഹന്നാൻ 5:39-40 വരെ കർത്താവായ യേശു, search the scriptures for in them ye think ye have eternal life, and they are they which testify of me, and ye will not come to me that you might have life. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഉണ്ട് എന്ന് പറഞ്ഞിരുന്നാൽ നിത്യജീവൻ ലഭിക്കില്ല. ഇവർ കരുതിയത് എന്താ? തോറായിലും സങ്കീർത്തനങ്ങളിലും നവീം, അതായത് പ്രവചന പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നിത്യജീവൻ ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ നിത്യജീവനായി എൻ്റെ അരികിൽ വരുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ആ കർത്താവിലേക്ക് വന്നില്ല. കാരണം മോശയും ന്യായപ്രമാണം എല്ലാം ആരെയാണ് ചൂണ്ടുന്നത്? ക്രിസ്തുവിനെയാണ് ചൂണ്ടുന്നത്, അല്ലേ? ഒരു ഗലാത്യർക്ക് ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ലോ വാസ് എ ഗുഡ് സ്കൂൾ മാസ്റ്റർ ബ്രിങ്ങിങ് പീപ്പിൾ ടു ക്രൈസ്റ്റ്. പക്ഷെ കർത്താവായ യേശുക്രിസ്തു വന്നപ്പോൾ എത്ര പേർക്ക് തിരിച്ചറിഞ്ഞു ഇവൻ സാക്ഷാൽ ദൈവപുത്രനാണെന്ന്? വളരെ ചുരുക്കം ആൾക്കാർ, അല്ലേ? മതാനുസാരികളൊക്കെ എന്ത് ചെയ്തു? സ്വർഗ രാജ്യത്തിന്റെ വാതിൽ മറ്റുള്ളവർക്ക് വേണ്ടി അടച്ചു കളഞ്ഞു, അല്ലെ? അവര് പണ്ഡിതന്മാരായിരുന്നു, പരീശന്മാരായിരുന്നു, സദൂക്യർ. അവർ മതാനുസാരികളായിരുന്നു. ദേ വർ റിലീജിയസ് പീപ്പിൾ. ഇസ്രായേലിന്റെ മതത്തിന്റെ ഉപദേഷ്ടാക്കന്മാരായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു? ഇസ്രായേൽ രാജ്യത്തിന്, ദൈവരാജ്യത്തിന്റെ വാതിൽ എന്ത് ചെയ്തു? അടച്ചു കളഞ്ഞു. മോശയുടെ ന്യായപ്രമാണവും പ്രവാചനം പുസ്തകം കയ്യിലുള്ളത് കൊണ്ട് നിത്യജീവൻ ലഭിക്കുകയില്ല. യേശുവിലേക്ക് വരണം. അതായത് യേശുവിലേക്ക് വരുക എന്ന് പറഞ്ഞാൽ യേശുവിൽ വിശ്വസിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? അപ്പൊ യേശു ക്രിസ്തു മോശയെക്കാട്ടിലും ശ്രേഷ്ഠൻ. നോക്കണേ, മോശ കുറ്റം ചുമത്തുന്നു എന്നാണ് നമ്മൾ മുമ്പത്തെ വാക്യത്തിൽ കണ്ടത്, അല്ലേ? മോശയാണ് ദൈവപിതാവിന്റെ സന്നിധിയിൽ കുറ്റം ചുമത്തുന്നത്. എന്നാൽ കർത്താവോ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? പക്ഷവാദം കഴിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 31-34 വരെയുള്ള വാക്യത്തിലാണ് ഇതിന്റെ കാര്യം. ആര് നമ്മളെ കുറ്റം ചുമത്തും എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നത്. മോശ ലിറ്റിൽ ഫ്ലോക്ക് ചർച്ച്, ദ കിങ്ഡം സെയിൻസിനെ കുറ്റം ചുമത്തുമ്പോൾ, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൻ കീഴിൽ നിന്ന് ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം വിടുവിക്കപ്പെട്ട നമ്മൾക്കോ, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, നമ്മളെ ആരും കുറ്റം ചുമത്തുന്നില്ല. കാരണം ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി മരിച്ചത്, ക്രിസ്തുവാണ് നമ്മളെ നീതീകരിച്ചത്. ആ വാക്യത്തിന്റെ ആ മനോഹരത നമ്മൾ മനസ്സിലാക്കണം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 31-34 വരെയുള്ള വാക്യത്തിൽ അതിന്റെ 33-ാമത്തെ, ഹൂ ഷാൽ ലേ എനിത്തിങ് ടു ദ ചാർജ് ഓഫ് ഗോഡ്സ് ഇലക്ട്, ഇറ്റ് ഈസ് ഗോഡ് ദാറ്റ് ജസ്റ്റിഫൈഡ്. നമ്മളെ നീതീകരിക്കുന്നത് ന്യായപ്രമാണമല്ല, നമ്മളെ നീതിക്കുന്ന യേശു ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ നീതി. പിതാവായ ദൈവം നമ്മളെ നോക്കുമ്പോൾ നമ്മളിൽ പുത്രനെയാണ് കാണുന്നത്. പുത്രന്റെ നീതിയാണ് നമ്മളിൽ കാണുന്നത്. പുത്രന്റെ വിശ്വാസമാണ് നമ്മളിൽ കാണുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് മുൻപോട്ട് പോകാം. ഇനി പൗലോസ് അപ്പോസ്തലൻ കമ്പയർ ചെയ്യുകയാണ് പഴയ പ്രവർത്തനത്തിന്റെ മിനിസ്ട്രിയും മോശയുടെ ശുശ്രൂഷയും കർത്താവായ യേശുക്രിസ്തു ഈ കൃപായുഗത്തിൽ പൗലോസിൽ കൂടി ആരംഭിച്ച ആത്മാവിന്റെ ശുശ്രൂഷയും തമ്മിൽ കമ്പയർ ചെയ്യുക. ദ മിനിസ്ട്രി ഓഫ് സ്പിരിറ്റ് ഈസ് ബെറ്റർ ദാൻ ദ മിനിസ്ട്രി ഓഫ് ലോ. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 7
8 വരെയുള്ള വാക്യം. ബട്ട് ഇഫ് ദ മിനിസ്ട്രേഷൻ ഓഫ് ഡെത്ത് written and engraved in stone was glorious, so that the children of Israel could not steadily behold the face of Moses for the glory of his countenance, which glory was to be done away. How shall not the ministration of the Spirit be rather glorious? അതായത് ആ കല്ലിന്മേൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണത്തിന്റെ ശുശ്രൂഷ, മരണ ശുശ്രൂഷ ആണ് മോശയുടെ ന്യായപ്രമാണത്തെ പറഞ്ഞിരിക്കുന്നത്. മരണത്തിന്റെ ശുശ്രൂഷ, അതിനൊരു മഹത്വം ഉണ്ടായിരുന്നു എങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ, അതായത് കൃപായുഗത്തിൽ അതാത് യുഗത്തിൽ ദൈവം ആരംഭിച്ച് ദൈവം വെച്ച് ദൈവം തുറന്ന രക്ഷയുടെ മാർഗത്തിന് എത്ര അധികം കൃപ, ഗ്ലോറി, തേജസ് ഉള്ളതാണ് എന്നാണ് പറയുന്നത്. അതായത് ദ ഗ്രേസ് ഏഞ്ചൽ, ദ ഗ്രേസ് ഗോസ്പൽ ഈസ് ഗ്ലോറിയസ് ദാൻ ദ മിനിസ്ട്രി ഓഫ് ലോ. കാരണം അതെന്തോ മരണത്തിന്റെ ശുശ്രൂഷ എന്നാണ് പറഞ്ഞത്. ന്യായപ്രമാണത്തെ അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് പോകാം. The ministry of righteousness is glorious than the ministry of condemnation. അതായത് നീതിയുടെ ശുശ്രൂഷ ശിക്ഷാവധിയുടെ ശുശ്രൂഷയേക്കാൾ മഹത്വമുള്ളത്. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 9 തൊട്ട് 10 വരെയുള്ള വാക്യം. For if the ministration of condemnation be glory, അതായത് പഴയ ശുശ്രൂഷ, മോശയിൽ കൂടി ലഭിച്ച ആ ശുശ്രൂഷയ്ക്ക് അതിനെന്താ പറഞ്ഞിരിക്കുന്നത്? കുറ്റം ചുമത്തുന്ന ശുശ്രൂഷ, അല്ലെ? ശിക്ഷാവധിയുടെ ശുശ്രൂഷ തേജസ് ഉള്ളതായിരുന്നു എങ്കിൽ അതിനെക്കാട്ടിലും എത്രയോ തേജസ് ഉള്ളതാണ് നീതിയുടെ ശുശ്രൂഷ. അതായത് എപ്പോഴാണ് നാം ദൈവത്തിന്റെ നീതിയാകുന്നത്? ഗ്രേസ് ഏജില്, കർത്താവിൽ വിശ്വസിക്കുന്ന മാത്രമേ, അല്ലേ? അപ്പോൾ ആ ശുശ്രൂഷ പഴയ മോശയിൽ കൂടി ആരംഭിച്ചതിനെക്കാട്ടിലും എത്രയോ ശ്രേഷ്ഠമാണെന്നാണ് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പൗലോസിൽ നിന്ന് കർത്താവ് ആരംഭിച്ചത് ക്രിസ്തു എന്ന ഏക അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെടുന്ന ഗ്രേസ് മിനിസ്ട്രി ഈസ് മച്ച് ഗ്ലോറിയസ് ദാൻ ദ മിനിസ്ട്രി ഓഫ് കണ്ടംനേഷൻ. നോക്കണം, മരണത്തിന്റെ ശുശ്രൂഷ, കുറ്റം ചുമത്തുന്ന ശിക്ഷാവധിയുടെ ശുശ്രൂഷ. അടുത്തത്, the grace gospel is glorious than law. 2 കൊരിന്ത്യർ 3:11. നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നു എങ്കിൽ നിലനിൽക്കുന്നത് എത്ര അധികം തേജസ്സുള്ളതായിരിക്കും. For if that which is done away was glorious. എന്താണ് പൗലോസ് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എഴുതിയപ്പോൾ കഴിഞ്ഞു പോയത് എന്തുവായിരുന്നു? ന്യായപ്രമാണത്തിന്റെ യുഗവും, ഇല്ലേ, ദ ലിറ്റിൽ ഫ്ലോക്ക് ചർച്ച്, വിശ്വാസവും ന്യായപ്രമാണവും തൽപരരായിരുന്ന കൂട്ടർ, അതാണ് കഴിഞ്ഞു പോയത്, ഇല്ലേ? പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എഴുതുമ്പോൾ നിലനിൽക്കുന്നത് എന്തുവാ? കൃപായുഗത്തിലെ ദ മിസ്റ്ററി പ്രോഗ്രാം, നിഗൂഢ പദ്ധതി, കർത്താവായ യേശുക്രിസ്തു ലോകാരംഭം മുതൽ മറഞ്ഞിരുന്നതും മുമ്പ് പൗലോസിന് മുന്നേ ഉള്ള ഒരു തലമുറയിലും ഒരു മനുഷ്യർക്കും ഒരിക്കലും വെളിപ്പെടാഞ്ഞ സത്യം പൗലോസ് അപ്പോസ്തലന് വെളിപ്പെടുത്തി കൊടുത്ത് ആ നിഗൂഢ പദ്ധതി, ആ കൃപയുടെ സുവിശേഷം, അതാണ് നിലനിൽക്കുന്നത്, അതാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് മറ്റതിനേക്കാൾ എത്ര ശ്രേഷ്ഠമുള്ളതാണെന്ന ഈ വാക്യങ്ങളുടെ ആഴങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. നമുക്ക് മുൻപോട്ട് പോകാം. Where Moses is read, the veil remains on the face. അതായത് ന്യായപ്രമാണവും മോശയുടെ പുസ്തകവും, മോശയും പ്രവാചക പുസ്തകവും പഴയ നിയമവും എവിടെ വായിക്കുന്നോ അവരുടെ മുഖത്തിൽ നിന്ന് മൂടുപടം നീങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 12 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ പ്രിയമുള്ളവരെ നിങ്ങൾ മലയാളത്തിൽ വായിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇന്നും അനേകര് ഈ കൃപായുഗത്തിൽ ന്യായപ്രമാണം അന്വേഷിച്ചാണ് പോകുന്നത്.
ഇന്ന് അനേകര് ഒരുവൻ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് തിരിച്ചറിയുന്നത് അവരുടെ ജീവിതത്തിൽ ന്യായപ്രമാണത്തിന്റെ നല്ല പ്രവൃത്തികൾ ഉണ്ടോ എന്ന് ആണ് അന്വേഷിക്കുന്നത്. അതാണോ അതിന്റെ തെളിവ്? മോശ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുക. അതിന്റെ 15-ാമത്തെ വാക്യം തൊട്ട് നമ്മൾ വായിച്ചാൽ, ബട്ട് ഈവൻ അൺ ടു ദിസ് ഡേ, പൗലോസ് പറയാം, ഇന്ന് ഇപ്പോഴും, when Moses is read, the veil is upon their heart. Nevertheless, when it shall turn to the Lord, the veil shall be taken away. കർത്താവിലേക്ക് തിരിയുമ്പോഴാണ് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് മൂടുപടം നീങ്ങിപ്പോകുന്നത്. അപ്പോഴാണ് അവർ കൃപമേൽ കൃപ പ്രാപിച്ച് ക്രിസ്തുവിന്റെ ശരീരത്തോട് അനുരൂപരായി മാറുന്നത്. അല്ലെ? 18-ാമത്തെ വാക്യം മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്നു കർത്താവിന്റെ ദാനമായ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. എപ്പോഴാണ്? മോശയുടെ ന്യായപ്രമാണം, പഴയ പ്രവാചകന്മാരുടെ കാര്യം വിട്ട് ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ നടത്തുന്ന കാര്യമാണ്. പൗലോസ് പറയുക, ഇന്നും എവിടെ മോശയും പ്രമാണവും വായിക്കുന്നു, അവരുടെ ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല? ആ കൺഫ്യൂഷൻ മാറുന്നില്ല. അവരോട് പാട്ടുകാരൻ ചെയ്ത്, ജീവിതയാത്രക്കാര കാലടികൾ എങ്ങോട്ടെ, മോക്ഷത്തിൻ മാർഗമോ ജീവന്റെ മാർഗമോ എന്ന് ചോദിച്ചാൽ അവർ പറയും, അറിയത്തില്ല മോനെ, നമ്മൾ മരിച്ചതിന് ശേഷം അറിയത്തുള്ളൂ. എന്തുകൊണ്ടാണ് ഇത്രയും കൺഫ്യൂഷൻ? കർത്താവ് ഒരുക്കിയിരിക്കുന്ന റൈറ്റ് ഡിവിഷനിൽ ആൾക്കാർ നിൽക്കാത്തത് കൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇത് ഇന്നലെയോ ആരംഭിച്ചതല്ല ഈ റൈറ്റ് ഡിവിഷൻ. പൗലോസ് എഴുതിയതേ അങ്ങനെ പഠിക്കണം എന്നാണ്, അല്ലേ? 2 തിമോത്തിയോസ് 2:15 അങ്ങനെ പഠിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പൊ ഈ വാക്യത്തിന് മനസ്സിലായി. ഇന്നും പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു മുമ്പത്തെ വാക്യത്തിൽ നമ്മൾ പഠിച്ചല്ലോ, ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലേഖനങ്ങൾ, മോശയും പ്രവാചക പുസ്തകന്മാരും ഒക്കെ അന്വേഷിച്ചു നോക്കി ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. അതേസമയം പൗലോസ് അപ്പോസ്തലൻ എന്നാ പറയുന്നത്? ഞാൻ ക്രിസ്തുവിന്റെ അഗോചരമായ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു. അഗോചരം എന്ന് പറഞ്ഞാൽ അൺസെർച്ചബിൾ, ഇല്ലേ? ഇന്ന് റോമർക്കെഴുതിയ ലേഖനം മുതൽ ഫിലേമോൻ വരെയുള്ള ലേഖനം, അതായത് പൗലോസിൽ ആരംഭിച്ച് സഭ എടുക്കപ്പെടുന്ന ഉൾപ്രാവണം വരെ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഉൾപ്രാവണം വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഉള്ള വെളിപ്പാട്, അതിന് തുണവാക്യം നമ്മൾ ഉൽപ്പത്തി തൊട്ട് പഴയ നിയമത്തിലും ഹെബ്രായർക്ക് തൊട്ട് വെളിപ്പാട് വരെയുള്ള 1 പത്രോസ് 2 പത്രോസിലല്ല നമ്മൾ അന്വേഷിക്കേണ്ടത്. റോമർക്കെഴുതിയ ലേഖനം തൊട്ട് ഫിലേമോൻ വരെയുള്ള ലേഖനങ്ങളിൽ വെളിപ്പെട്ടിരിക്കുന്ന സത്യങ്ങളുടെ കൂട്ടുവാക്യം നമ്മൾ ഇതേ 13 ലേഖനത്തിലാണ് കണ്ടെത്തേണ്ടത്. കാരണം പൗലോസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇത് മുൻ തലമുറകളിൽ ആർക്കും തന്നെ വെളിപ്പെട്ടു വന്നിട്ടില്ല, ആർക്കും തന്നെ വെളിവായി വന്നിട്ടില്ലാത്ത ക്രിസ്തുവിൽ ലോകാരംഭം മുതൽ മറഞ്ഞിരുന്ന മർമ്മമത്രേ എന്നാണ്. അപ്പൊ പിന്നെ നമ്മൾ ഉൽപ്പത്തി തൊട്ട് ഉത്തമഗീതങ്ങളിലും യെശയ്യാ പ്രവചനിലും എസെക്കിയേൽ പ്രവചനങ്ങളിലും പോയി ഈ കൃപയുടെ ആശയം നമുക്ക് കണ്ടെത്താൻ കഴിയുമോ? ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? മോശയും പ്രവാചകന്മാരും എവിടെല്ലാം ഇന്നും വായിക്കപ്പെടുന്നോ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് മൂടുപടം നീങ്ങിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു മോശയെക്കാളും ശ്രേഷ്ഠൻ. നമ്മൾ ചില ദുരുപദേശങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുകയുണ്ടായല്ലോ. ഡോസിറ്റിസം, അതെന്താ പറഞ്ഞത്? യേശു ദൈവം മാത്രമായിരുന്നു, മനുഷ്യനല്ലായിരുന്നു. അതായത് യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തെ നിഷേധിക്കുന്നവർ. എബോണിസം എന്താ? യേശു ക്രിസ്തു വെറും ഒരു മനുഷ്യനായിരുന്നു, യേശു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ സൺഡേയിൽ നമ്മൾ പഠിക്കുകയുണ്ടായി, യേശു ക്രിസ്തു വെറും ഒരു ദൂതനായിരുന്നു, അതായത് മീഖായേലായിരുന്നു എന്ന് പറയുന്ന ചില ഗ്രൂപ്പുകളുണ്ട്. എന്നാൽ
എബ്രായർക്കെഴുതിയ ലേഖനം 3:4 ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടയിലൊക്കെ ഇപ്പോൾ ഉള്ളതാണ്. അത് ആദ്യം മുതലേ ഉള്ളവരാണ് കേട്ടോ. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ പറയുന്നത് ഹീബ്രു റൂട്ട് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ തോറ മൂവ്മെന്റ്സ് എന്ന് പറയുന്ന ഇന്നുമുണ്ട്. അവരെന്താ പറയുന്നത്? അന്യജാതികൾ നീതീകരിക്കപ്പെടണമെങ്കിൽ വിശ്വാസം മാത്രം പോരാ, അവർക്ക് മോശയുടെ ന്യായപ്രമാണവും പാലിക്കണം. അത് തന്നെയല്ല, സബത്ത് ആചരിക്കണം, യഹൂദർക്ക് കൊടുത്തിരിക്കുന്ന വിശിഷ്ട ഫെസ്റ്റിവൽസ്, വിശിഷ്ട എന്നാ ഓരോ കാര്യങ്ങൾ, ഡയറ്ററി ലോസ്, സർക്കംസിഷൻ, ഇതൊക്കെ പാലിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഹീബ്രു റൂട്ട് മൂവ്മെന്റ്സിനെ ഖണ്ഡിക്കുന്നതാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 3-4 പറയുന്നത്. യേശു ക്രിസ്തു ന്യായപ്രമാണത്തെക്കാട്ടിലും ശ്രേഷ്ഠൻ. കൃപായുഗത്തിൽ വിശ്വാസത്തോടുകൂടി മോശയുടെ പ്രവൃത്തികളെ ചേർത്താൽ ആ വ്യക്തിയെക്കുറിച്ച് പൗലോസ് പറയുന്ന അവർ ക്രിസ്തുവിന്റെ കൃപയിൽ നിന്ന് അകന്നുപോയവരും ക്രിസ്തുവെ കൊണ്ട് അവർക്ക് ഒരു പ്രയോജനമില്ലാതായി പോകുകയും ചെയ്യുന്നു. എന്നിട്ട് അവരെ ഗലാത്യർക്ക് ലേഖനം 3-5 അധ്യായങ്ങളിൽ അവരെ വിളിച്ചിരിക്കുന്നത് എന്തുവാ? ഓ ഫൂളിഷ് ഗലേഷ്യൻസ്, ഏ മൂഢന്മാരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് കൃപയാൽ രക്ഷിക്കപ്പെട്ടിട്ട് ജഡപ്രകാരം, അതായത് മോശയുടെ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവർ, അവരെ പൗലോസ് എന്താണ് വിളിച്ചിരിക്കുന്നത്? ഏ ബുദ്ധിയില്ലാത്ത ഗലാത്യരേ, നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിൽ നീതീകരിക്കപ്പെടാൻ ശ്രമിക്കുന്നു. ദൂതന്മാര് യേശുക്രിസ്തുവിന്റെ കല്ലറയിൽ വന്നവരോട് ചോദിച്ചതുപോലെ, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിലാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? ആത്മാവിന്റെ ശുശ്രൂഷയെ നിങ്ങൾ മരണത്തിന്റെ ശുശ്രൂഷയായ ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷയിലാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? നിത്യജീവനായിട്ട് ക്രിസ്തുവിലേക്കാണ് വരേണ്ടത്. ക്രിസ്തുവാണ് സകലത്തിലും ശ്രേഷ്ഠൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ഹീബ്രു റൂട്ട് മൂവ്മെന്റ്സ് നമ്മൾ ശ്രദ്ധിക്കുക. അവര് പോർക്ക് കഴിക്കല്ലേ, അവർ ചില പ്രത്യേക ദിവസങ്ങളൊക്കെ ആചരിക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു കൂട്ടർ. അവര് യാവേ എന്ന് പറഞ്ഞ് യാവയിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പൊ തിരുവചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആകാശത്തിന് കീഴെയും ഭൂമിക്കും മീതെയും യേശു എന്ന നാമം അല്ലാതെ വേറൊരു നാമം ഇല്ല രക്ഷയ്ക്കായിട്ട്, ഇല്ലേ? മത്തായി സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യം, അവിടെ ലോർഡ്, KJV ലോർഡ് എന്ന് പറഞ്ഞ് പ്രവചിക്കുന്നവരും അത്ഭുതം ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. അവരെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവ് പറയുന്നത് എന്തോ, ആ നാളിൽ പറയുന്നത് എന്തോ? എന്നെ വിട്ടുപോവുകയും അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? കാരണം ദൈവം വെച്ച വ്യവസ്ഥയ്ക്ക് വിപരീതമാണ്. ഞാനൊരു കാര്യം കൂടെ, ഇത് ലാസ്റ്റ് സ്ലൈഡാണ്, നമുക്ക് ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കട്ടെ. ഈ യോശുവ ആൾക്കാരെ ദേശം ഒറ്റുനോക്കാൻ വിട്ടു, അല്ലേ? അവരിൽ ഭൂരിപക്ഷവും തിരിച്ചു വന്നിട്ട് എന്തോ പറഞ്ഞു? അയ്യോ, നമുക്ക് പറ്റത്തില്ല, അവിടെ വലിയൊരാൾക്കാരുണ്ട്, അനാക്കുണ്ട്, അത് പറ്റത്തില്ല. അപ്പോൾ യോശുവ അവരോട് ആലോചന പറഞ്ഞു, ദൈവം കോപിച്ചിരിക്കുക, നിങ്ങളുടെ തലമുറ, ഈ തലമുറ നശിച്ചു പോകും, ഇവരാരും വാഗ്ദത്ത ദേശം കാണത്തില്ല, അവർ പ്രവേശിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. അടുത്ത ദിവസം ഇവരെല്ലാരും ഹൃദയത്തിൽ കുത്തുകൊണ്ട് ഇവരെല്ലാരും എഴുന്നേറ്റു. തലേ ദിവസം പറഞ്ഞതാ ഞങ്ങൾ പോകത്തില്ലെന്ന് പറഞ്ഞവരെല്ലാം നെക്സ്റ്റ് ഡേ എഴുന്നേറ്റ് പറഞ്ഞു, ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ട്, നമുക്ക് പോയി നമുക്കിവരെ ജയിച്ച് നമുക്കിവരെ കീഴടക്കാം. ഉടനെ യോശുവ പറഞ്ഞു, നോ, നിങ്ങൾ പോകരുതേ, ദൈവം നിങ്ങളോട് കൂടെ ഇല്ല എന്ന് പറഞ്ഞു. ഇവരെന്ത് ചെയ്തു? പോയി പരാജയപ്പെട്ട് അനേകര് മരിച്ചു വീഴുകയുണ്ടായി. പ്രിയമുള്ളവരെ, അവർക്ക് പോകാൻ വേണ്ടി ഒരവസരം ദൈവം ഒരുക്കിയതായിരുന്നു. ആ ഒരു അവസരം തുറന്നിരുന്നപ്പോൾ അവർ പോയില്ല. ആ ഒരു അവസരം അടഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പോകാൻ ശ്രമിച്ചു. അവരെന്ത് ചെയ്തു?
പട്ടുപോയി. കൃപയാൽ നീതീകരിക്കപ്പെടാൻ ഉള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് അവരാരെ കൊണ്ടും അത് പ്രമാണിക്കാൻ കഴിഞ്ഞില്ല. ആ വാതിൽ അടച്ചു. കർത്താവ് പൗലോസ് അപ്പോസ്തലനെ വിളിച്ച് വേർതിരിച്ച് കൃപയുടെ ഒരു വാതിൽ തുറന്നു. ഇന്ന് ആരെങ്കിലും പറയുക ഞങ്ങൾ ന്യായപ്രമാണം പ്രമാണിക്കാം, ഞങ്ങൾ ശ്രമിക്കാം എന്ന് പറഞ്ഞാൽ യോശുവയുടെ പുസ്തകത്തിൽ എന്ത് അവർക്ക് പറ്റിയോ അത് തന്നെയാണ് ഇന്ന് അവർക്കും പറ്റാൻ പോകുന്നത്. ക്രിസ്തുവെ നിന്ന് അവര് അകന്നു പോവുക, ക്രിസ്തുവിന്റെ കൃപയിൽ നിന്ന് അവരെന്ത് ചെയ്യുക, വീണു പോവുക. പ്രിയമുള്ളവരെ, വളരെ നന്ദി. സമയമെടുത്ത് നിങ്ങൾ കണ്ട് ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ചോദ്യങ്ങളുണ്ടെങ്കിൽ secure@gmail.com ലേക്ക് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് എഴുതാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.